അല്ലിക്കുട്ടനെ ഇട്ടേച്ച് ഇപ്പൊ എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥയിലായി. ആരെവിടെ പോയാലും അവനും കൂടെ വരണം. അവനെ കൊണ്ടാകാതെ പോകുന്നത് അവന് ഭയങ്കര സങ്കടാ. നിലത്തിരുന്നെന്നാ അവൻ ഞങ്ങളുടെ പുറകെ ഓടി വരും. അതുകൊണ്ട് ചേച്ചി അവനെ എടുത്തു പിടിച്ചിരിക്കുക. അച്ഛനും ചേച്ചിമാരും ഒക്കെ പോകുന്നത് കാണുമ്പോൾ അവന് സങ്കടം ഉണ്ടെങ്കിലും അമ്മ പോകുന്നത് ആണ് അവന് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. എപ്പോഴും അവന്റെ കൂടെ അമ്മയാണല്ലോ വീട്ടിലുള്ളത്. ചേച്ചിമാരൊക്കെ പോകുമ്പോൾ വൈകുന്നേരം വരുമെന്നും അച്ഛൻ പോയാലും വൈകുന്നേരം വരുമെന്നും ഒക്കെ അറിയാം. അമ്മ പോയാൽ ഇനി വന്നില്ലെങ്കിലോ എന്ന് ഓർത്താണോ എന്താണോ അവന് അമ്മ പോകുന്നത് ഭയങ്കര സങ്കടാ. അച്ഛനും ചേച്ചിമാരും ഒക്കെ പോകുമ്പോഴത്തേക്കിന് സങ്കടപ്പെട്ടിരിക്കുമെങ്കിലും അവര് പോയി കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ മിണ്ടിയും പറഞ്ഞും ഒക്കെ ഇരിക്കും. പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ഉറങ്ങുകയൊക്കെ ചെയ്യും. അമ്മ പോയതും നോക്കി അവൻ സങ്കടപ്പെട്ട് നിൽക്കുക. ഇനി അവൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ചാടാനായിട്ടാ നോക്കുന്നത്. തിരിച്ചു കയറി വന്ന് ചേച്ചി അവനെ നിലത്ത് നിർത്തിയതറിയാതെ വീണ്ടും അവൻ വഴിയിലേക്ക് ഓടിപ്പോയി. ചേച്ചിയും പിന്നെ പുറകെ ഓടിച്ചെന്ന് അവനെ പിടിച്ചോണ്ട് വരുക. പിന്നെ താഴെ നിർത്തിയതും പിന്നെ അവൻ പോയി. പിന്നെ അവരൊന്നും നോക്കിയില്ല. അവനെ അകത്ത് കയറ്റി കതകടച്ചവര്. അവൻ കരയുന്നത് കേട്ടോ. അവൻ പിന്നെ ചേച്ചിമാരെയൊക്കെ ദയനീയമായിട്ട് നോക്കുക, ഈ വാതിലൊന്ന് തുറന്നു കൊടുക്കാവോ എന്നും ചോദിച്ച്. തുറന്നു കൊടുത്താൽ അപ്പം അവൻ പോകും. അതുകൊണ്ട് ചേച്ചിമാര് തുറക്കുന്നൊന്നും കൊടുത്തില്ല. പിന്നെ അവൻ ചേച്ചിമാരുടെ പുറകെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നടക്കുക. അതുകൊണ്ട് ആ വാതിലിലോട്ടും ഒക്കെ നോക്കുന്നുണ്ട് പാവം. വാതിൽ തുറന്ന അപ്പം പിന്നെ അവൻ ഇറങ്ങിപ്പോയില്ലേ. അതുകൊണ്ട് ചേച്ചിമാര് തുറന്നൊന്നും കൊടുത്തില്ല. അവൻ എന്നിട്ട് ചേച്ചീനെ ഇടയ്ക്ക് നോക്കും വാതിൽ തുറന്നു തരുമോന്നറിയാൻ. പിന്നെ വാതിക്കലോട്ടും നോക്കും, വാതിൽ ആരെങ്കിലും തുറക്കുന്നുണ്ടെങ്കിൽ വെളിയിലിറങ്ങാനാ. പാവം എൻ്റെ പൊന്ന്, എല്ലാരെയും മാറി മാറി നോക്കുക, ആരെങ്കിലും ഒന്ന് തുറന്നു തന്നിരുന്നെങ്കിലും ഓർത്ത്. പിന്നെ അവൻ തന്നെ പോയി വാതിക്കെ പോയി കിടക്കുക. എൻ്റെ പൊന്ന് കരയുക. ഈ എൻ്റെ പൊന്ന് കരയുന്ന ഒച്ച കേട്ടോ. ഈ കരച്ചിൽ കേട്ടാൽ സഹിക്കാൻ പറ്റില്ല. അതെല്ലാം എല്ലായിടത്തും അവൻ ഇങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത്. കേട്ടോ എൻ്റെ പൊന്നിൻ്റെ കരച്ചിൽ. ഇതാ സഹിക്കാൻ പറ്റാത്തത്. ഈ കരച്ചിലും ഓട്ടവും പിന്നെ ഈ വാതിക്കെ വന്നുള്ള ഈ കടപ്പും. എന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും എല്ലാം ആരെങ്കിലും വാതിൽ തുറക്കുന്നോ നോക്കിയിരിക്കുക അവൻ അമ്മയുടെ അടുത്തെത്താൻ വേണ്ടി. ഈ കരച്ചിൽ കാരണം എവിടെ പോയാലും അവനെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവനെ ഞാൻ കൊണ്ടുപോകാതെ ചേച്ചിമാരുടെ അടുത്തിട്ടേച്ച് പോകുന്നത്. ചേച്ചിമാരെത്ര കൊഞ്ചിച്ചാലും കളിപ്പിച്ചാലും ഒക്കെ അവൻ ഇവിടെ വന്ന് കിടക്കും. ചേച്ചിമാരെടുത്തോണ്ടൊക്കെ നടക്കും. എന്നാലും അവൻ കരഞ്ഞോണ്ട് കയ്യിലിരുന്നും അവനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. ഞാൻ വരുന്നത് വരെ അവനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കും. എന്തൊരു സ്നേഹ എൻ്റെ പൊന്നിന്. ഞാൻ എപ്പോഴും ഓർക്കും ഇവന് എന്തൊരു സ്നേഹ എന്നോടെന്ന്. ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ നടക്കും. ഇന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയാലും ഒക്കെ അവൻ എൻ്റെ പുറകെ ഓടി ഓടി നടക്കും. ഇവന്റെ സ്നേഹത്തിന് പകരം കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. അവനെ ഇങ്ങനെ സന്തോഷിപ്പിക്കാനും അവനെ ഇങ്ങനെ സ്നേഹിക്കാനും മാത്രമല്ലേ നമുക്ക് പറ്റുള്ളൂ. എൻ്റെ ഈ കളിയും ചിരിയൊക്കെ കാണുമ്പോൾ നാട്ടുകാരോർക്കും എനിക്ക് വല്ല വട്ടുമായിരിക്കുമെന്ന്.